my dear students, good morning and welcome back to Professional Business Skills. ഇന്ന് നമ്മൾ 49ാമത്തെ സെഷനിലാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ബിസിനസ്. അതിൽ ആദ്യം സെയിൽസ് ഫോർകാസ്റ്റിംഗ് ആണ്. നമ്മളുടെ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെയിൽസ് ഫോർകാസ്റ്റിംഗ് ചെയ്തു തരുന്നത്. നമുക്ക് ശരിക്കും ഒരുപാട് ഹ്യൂജ് വോള്യൂം ഓഫ് ഡേറ്റാസ് കിട്ടുന്നത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അനലൈസ് ചെയ്ത് അതിൽ നിന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഈ കൺസ്യൂമറിൻ്റെ ബൈയിങ് പാറ്റേണിൻ്റെ ഇൻസൈറ്റ്സ് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. മാനുവലായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഹ്യൂജ് വോള്യൂം ഡേറ്റാസ് അനലൈസ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനെ വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ അനലൈസ് ചെയ്തിട്ട് നമുക്ക് വളരെ ഷോർട്ട് ആയിട്ടുള്ള സെയിൽസ് ആണ് നമുക്ക് തരുന്നത്. ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ വ്യൂവേഴ്സ് എൻ്റർ ചെയ്തിട്ട് അവർ അത്യാവശ്യം 1-2 കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് എന്താണ് എക്സാക്ട്ലി വേണ്ടതെന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രെഡിക്റ്റ് ചെയ്യും. അവർ തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഓപ്ഷൻസ് അവരുടെ മുമ്പാകെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതിൽ നിന്ന് വളരെ എളുപ്പമായിട്ട് ദ ബെസ്റ്റ് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. ഈ രീതിയിലാണ് സെയിൽസിനെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ, സുപ്പീരിയർ സർവീസ് അറ്റ് അഫോർഡബിൾ കോസ്റ്റ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓൺലൈൻ ഷോപ്പേഴ്സിന് അവർ വിചാരിക്കുന്നതിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. ഓരോ കസ്റ്റമേഴ്സിനും അവരുടെ രീതിയിൽ പേഴ്സണലൈസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് തരുന്നത്. അത് ചാറ്റ് ബോട്ട്സിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. അത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് വളരെ മിനിമം കോസ്റ്റിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുപ്പീരിയർ ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ചാറ്റ് ബോട്ട്സിൻ്റെ സഹായത്തോട് കൂടിയിട്ടാന്ന് പറഞ്ഞു. ഈ ചാറ്റ് ബോട്ട്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെസ്പോണ്ട് ടൈം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഒരുപാട് ടഫ് ആയിട്ടുള്ള ടാസ്കുകൾ അത് ശരിക്കും ഒരു ഫ്രീ ഏജൻറ്റിങ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഏകദേശം 80% മോഡിൽ റെഗുലർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വളരെ കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച്, ഓരോരുത്തർ കസ്റ്റമേഴ്സിനും പേഴ്സണലൈസ് ആയിട്ടാണ് കാണുന്നത്. ഇനി എൻഹാൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊമോട്ട് സെയിലിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺവെർസേഷണൽ കോമേഴ്സ് വഴി ശരിക്കും നമുക്ക് റിയൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ്, റിയൽ ടൈമിൽ ഇപ്പോൾ ഇൻട്രാക്ഷൻസ് നമുക്കവിടെ സാധ്യമാണ്. ഓട്ടോമേറ്റഡ് ഇൻ്റലിജൻസ് സർവീസാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൺലൈൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും വോയിസ് ചാറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഇൻട്രാക്ഷൻസ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടുകയാണ് ചെയ്തത്, സെയിൽസും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇബേയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഷോപ്പ് ബോട്ട് പോലെയുള്ളതിലൊക്കെ നമുക്കിതുപോലെ വോയിസ് ചാറ്റിങ്ങിൽ അല്ലെങ്കിൽ വോയിസ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. സ്റ്റാർബക്ക് ചാറ്റ് ബോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്കത് വോയിസ് കമാൻഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ഏതാണോ നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെയൊക്കെ കൊടുക്കാം. ഓക്കെ, ഈ വോയിസിലൂടെ നമ്മൾ ഓർഡറൊക്കെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ ചാറ്റ് ബോട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഓർഡറെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരും. അത് മാത്രമല്ല ഓർഡേഴ്സ് റെഡി ആയി കഴിയുമ്പോൾ ആ ഇൻഫർമേഷൻസും ചാറ്റ് ബോട്ട് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ഇതുപോലെയുള്ള സർവീസസ് ഈവൻ നമ്മൾക്ക് പിസ്സ ഹട്ടിലുണ്ട്. ഈ വോയിസ് മെസ്സഞ്ചർ വഴി ട്വിറ്റർ ആപ്ലിക്കേഷൻ വഴിയൊക്കെ നമുക്ക് പിസ്സ ഓർഡർ ചെയ്യാം. അതിൻ്റെ ഡെലിവറി ട്രാക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് പിസ്സ റീ ഓർഡർ ചെയ്യാം. ഇനി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയാം അവരോട്, അല്ലേ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ സപ്പോർട്ടീവായിട്ട് വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് പേഴ്സണലൈസ് കണ്ടൻറ്റ്. അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശരിക്കും നമ്മുടെ ഏതൊരു ബിസിനസ്സിനും അതിൻ്റെ കോമ്പറ്റീറ്റീവ് എഡ്ജ് കുറേ കൂടി ബെറ്റർ ആക്കി കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് റീസെൻ്റായിട്ട് പറയുകയാണെങ്കിൽ പിൻട്രസ്റ്റ്, ഇത് നമ്മുടെ ഗൂഗിൾ ക്രോമിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു
ഒരു ഐറ്റം പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് ഒരു പിക്ചറാണ് ഓൺലൈൻ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേഗം പിൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെപ്പോലെ സിമിലർ ആ പിക്ക് ചെയ്ത പിക്ചറിന് സിമിലർ ആയിട്ടുള്ള മറ്റുള്ള ഒരുപാട് പിക്ചേഴ്സ് നമുക്ക് തരുന്നുണ്ടാവും. സോ അതിൽ നിന്ന് ബെസ്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ ആ രീതിയിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ഇ കോമേഴ്സിനെ ഒരു അൺപാരലൽ എനർജിയിലൂടെയാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഗൂഗിൾ, പിൻട്രസ്റ്റ് ഇതൊക്കെ ശരിക്കും നമ്മുടെ വിഷ്വൽ സെർച്ചിൻ്റെ കേപ്പബിലിറ്റീസ് വളരെ ജയൻ്റായിട്ട് കൂട്ടിയിരിക്കുകയാണ്. ഈവൻ ആമസോണിൽ വോയിസ് ആക്ടിവേറ്റഡ് സിസ്റ്റംസ് എക്കോ യൂസ് ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു മേഖലയിലും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടച്ച് ചെയ്യാത്ത ഒരു മേഖല ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. ആ രീതിയിൽ എല്ലാ സെക്ടറിലേക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണെന്ന് നോക്കാം. ശരിക്കും നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാർക്കറ്റിംഗ് ബഡ്ജറ്റൊക്കെ വളരെ പ്രോപ്പറായിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ സ്മോൾ ബിസിനസ് ഹൗസുകൾക്കൊക്കെ ഇത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് മാറുന്നില്ല. അവർക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി അവരുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റൊക്കെ നല്ല രീതിയിൽ ഫോം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതിലുപരി ഇപ്പം ഈ പറയുന്ന സ്മോൾ സ്കെയിൽ ബിസിനസ്സിലൊക്കെ അവരുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേർഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ പവേർഡ് പ്ലാറ്റ്ഫോംസ് അക്വേഷ്യോ, അതുപോലെ തന്നെ നമ്മളുടെ ഈ ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് ചാനൽസ് ഉണ്ട്, പിങ്ക്, ആഡ്വേർഡ്സ്, ഫേസ്ബുക്ക്, അവിടെയൊക്കെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ സ്മോൾ ബിസിനസ്സിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഇഫക്റ്റീവായിട്ടാണ് ചെയ്യുന്നത്. കാരണം അതൊക്കെ ശരിക്കും ഈ പേപ്പർ ക്ലിക്ക് എന്നുള്ള രീതിയിലാണ് അവിടെ അഡ്വർടൈസ്മെൻറ്റ്സ് വരുന്നത്. അതായത് ഈ പറയുന്ന ഓൺലൈനിലൂടെയുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്, പേപ്പർ ക്ലിക്ക്. എന്താണ് ഈ പേപ്പർ ക്ലിക്ക് ആൻഡ് കോസ്റ്റ് പെർ ക്ലിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഓൺലൈനിൽ കൂടെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് സാധ്യമാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പം ഇപ്പോൾ ഒരു ബിസിനസ് കൺസേൺ, ഓക്കെ, അപ്പോൾ അവർ എന്ത് ചെയ്തു, ഒരു ഓൺലൈൻ ആഡ് കൊടുക്കുന്നത്, അതൊരു അഡ്വർടൈസർ വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ അഡ്വർടൈസർ എന്ത് ചെയ്യുന്നു, ഓൺലൈനിൽ അത് പല രീതിയിൽ ആഡ് കൊടുക്കുന്നു. അപ്പോൾ ഏതെങ്കിലും കസ്റ്റമേഴ്സ് അത് ക്ലിക്ക് ചെയ്ത് നോക്കണം. ക്ലിക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് ആഡ് അവർ നോക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ചില കസ്റ്റമേഴ്സ് അത് ക്ലിക്ക് ചെയ്ത് അത് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും, ചില കസ്റ്റമേഴ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് മനസ്സിലാക്കുന്നുണ്ടാവും. സോ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ പബ്ലിസിറ്റി കൂടുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ലിക്കിലുമാണ് കൂടുന്നത്. സോ കസ്റ്റമർ മിനിമം ഒരു ആഡ് ക്ലിക്ക് ചെയ്തിരിക്കണം. ഓക്കെ, സോ ആ ആഡ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അഡ്വർടൈസർ, അതാണ് അതിൻ്റെ കോസ്റ്റ് പെർ ക്ലിക്ക് എന്ന് പറയുന്നത്. അങ്ങനെ എത്ര ക്ലിക്ക് വന്നിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് അഡ്വർടൈസർക്ക് നമ്മുടെ പബ്ലിഷറുടെ കയ്യിൽ നിന്നും പേയ്മെൻറ്റ് ആ ആഡിന് കിട്ടുക. ഓക്കെ, അതാണ് പേപ്പർ ക്ലിക്ക് ആൻഡ് കോസ്റ്റ് പെർ ക്ലിക്ക്. ഓക്കെ, ഇപ്പം ഇതൊക്കെ ശരിക്കും ഈ പറയുന്ന സെൻറ്റിമെൻറ്റ് അനാലിസിസ് വഴിയാണ് ഇത് ശരിക്കും ഈ ക്യാമ്പയിനൊക്കെ അവർ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാർക്കറ്റിങ്ങിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് പേഴ്സൺസോ അഡ്വർടൈസിങ് സ്റ്റാഫോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്ന രീതിയിൽ ആഡ്സ് ഒക്കെ ചെയ്യാനും ബഡ്ജറ്റ്സ് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാർക്കറ്റിങ്ങിൽ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നമ്മുടെ കസ്റ്റമർ സർവീസിൻ്റെ കാര്യം നോക്കാം. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കസ്റ്റമർ സർവീസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ പെർഫെക്ഷനായിട്ട് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ് എടുക്കുകയാണെങ്കിലും അത് എത്ര വലിയ ബ്രാൻഡഡ് കമ്പനി ആണെങ്കിലും അൾട്ടിമേറ്റ്ലി അവരുടെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കസ്റ്റമറിനെ കറക്റ്റായിട്ട് അവരുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അത് ടൈംലി റെസ്പോണ്ട് ചെയ്യും. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചെയ്യുന്നത്. അത് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനോട് കൂടിയിട്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. സോ ദാറ്റ് കസ്റ്റമർ സർവീസ് നല്ലതാകുമ്പോൾ സെയിൽസ് വോളിയം അതുകൊണ്ട്
സർവീസിൽ ഈ പറയുന്ന ചാറ്റ് ബോട്ട്സും മെഷീൻ ലേണിംഗ് ടെക്നിക്സ് ഒക്കെയാണ് ഒരുപാട് ഈ രീതിയിൽ കസ്റ്റമറിനെ സെർവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, സോ അത് ടയർ 1 സർവീസ് എൻഗേജ്മെൻറ്റിലാണ് കൂടുതൽ അങ്ങനെ ചെയ്യുന്നത്. ടയർ 1 സർവീസ് എൻഗേജ്മെൻറ്റ് എന്ന് വെച്ചാൽ